ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലൻഡ്. അപ്പോൾ എൻ്റെ സെമസ്റ്റർ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് യൂണിവേഴ്സിലോട്ട് പിന്നെ പോവുകയാണ്. ആക്ച്വലി എൻ്റെ സെമസ്റ്റർ ബ്രേക്ക് മൺഡേ ആയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ പനിയൊക്കെ അടിച്ചിട്ട് ഇപ്പോഴും വോയിസ് ഒന്നും ശരിയായിട്ടില്ല. അങ്ങനെ എൻ്റെ കുറച്ചുകൂടെ ഞാൻ ലീവ് എടുക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ പനിയൊക്കെ ഏകദേശം ഒന്ന് മാറി യൂണിവേഴ്സിലോട്ട് പോവാണ്. നമ്മുടെ വിൻ്ററൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ചെറുതായിട്ട് സ്പ്രിങ്ങൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ മരങ്ങളും അതുപോലെ പുതിയ ഇലകളും പൂക്കളും ഒക്കെ നന്നായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. സ്പ്രിങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, സ്പ്രിങ് സീസൺ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്പ്രിങ്. പെട്ടെന്ന് ഈ തണുപ്പൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് പച്ചപ്പും ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു. എന്താണെന്നറിയില്ല, കുറേ നാൾ കൂടി പോകുന്നതുകൊണ്ടായിരിക്കും എന്തോ ഒരു പ്രത്യേക ഭംഗി തോന്നി നമ്മുടെ പാർക്കിൽ, ആൽബർട്ട് പാർക്കിലായാലും. എന്തെന്നറിയത്തില്ല, കുറച്ച് നാൾ പോകാതിരുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെത്തിയിട്ടുണ്ട്, എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇന്നെനിക്ക് 2 ക്ലാസ്സുണ്ട്. പക്ഷേ ക്ലാസ്സിൽ കയറാൻ പറ്റുമോ എന്നറിയില്ല, കാരണം ഞങ്ങൾക്കൊരു വലിയൊരു പ്രൊജക്റ്റുണ്ട്. അപ്പോൾ അത് ഗ്രൂപ്പാണ്. അത് ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും മിക്കവാറും ഇന്ന് ക്ലാസ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചേക്കാണ്. ഇതാണ് എൻ്റെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 3rd ലെവല്. ഇവിടെ പഠിക്കാനായിട്ട് നല്ല വലിയ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ അസൈൻമെൻറ്റും പ്രൊജക്റ്റും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ, അടിപൊളിയാണ്. ആ വിൻഡോ, ബാക്കിൽ കാണുന്ന വിൻഡോയിൽ നല്ല വ്യൂ ഒക്കെയാണ്. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ AU ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പേജുണ്ട്. അതുപോലെ തന്നെ യൂണിയിലൊരു ഗ്രൂപ്പാണത്. അവർ ഓണാഘോഷ പരിപാടി ഇവിടെ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി. അവിടെയും നല്ല ഇരുട്ട് വീണിട്ടുണ്ട്. നമ്മുടെ ഫാക്കൽറ്റി ഓഫ് ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 3rd ലെവലിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഓണാഘോഷ പരിപാടിയൊക്കെ നടക്കുന്നതെന്ന് അറിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. വലിയ രീതിയിൽ കാണും എന്നൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ പോയ പോലെ തിരിച്ച് വരേണ്ടി വന്നു. വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് നമ്മുടെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കണം കേട്ടോ, നമ്മുടെ ഈ ഫാക്കൽറ്റി ഓഫ് ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെത്താൻ. ഇത് പുതിയൊരു ബിൽഡിങ്ങാണ് യൂണിവേഴ്സിറ്റിയുടെ. അങ്ങനെ ഇതാണ് ഫാക്കൽറ്റി ഓഫ് ആർട്സ്. ഇതെല്ലാം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു ജൈൻ കഫേ ഉണ്ടെന്നൊക്കെ ഞാൻ എൻ്റെ മറ്റേ യൂണിവേഴ്സിറ്റി വീഡിയോസിലെല്ലാം ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം. അങ്ങനെ നമ്മൾ ഓണാഘോഷ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ അത്തപ്പൂക്കൾ നടക്കുകയാണ്. പൂക്കളെന്ന് വെച്ചാൽ പൂവ് കൊണ്ടൊന്നും അല്ല ഇടുന്നത്, പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് പൂ അത് വെച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ചിപ്സ്, ശർക്കര വരട്ടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും അത്തപ്പൂക്കളം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ ടീമുണ്ട് കേട്ടോ, എനിക്കൊന്ന് 6-7 ഗ്രൂപ്പ് ടീമുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഓരോരുത്തരുടെ ടേബിളിൽ അത്തപ്പൂക്കൾ ഓരോരുത്തർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, നല്ല അടിപൊളി ഫ്ലോപ്പായിരുന്നു എന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി. ഇത് കഴിഞ്ഞ് സദ്യയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. സദ്യയല്ല ഉണ്ടായിരുന്നത്, പായസം എന്തോ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞങ്ങളതൊന്നും കുടിക്കാനായിട്ട് നിന്നില്ല. ഞങ്ങൾ ചിരിക്കുമായിരുന്നു കേട്ടോ, ഒന്നും കാര്യമായിട്ടൊന്നും വിചാരിച്ച പോലെ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആൽബർട്ട് പാർക്ക് വഴി തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇരുട്ട് വീണിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.